കാലവർഷം ശക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് കനത്ത മഴ രാവിലെ മുതൽ കിട്ടുന്നുണ്ട്. കൊച്ചിയിൽ നേരിയ മഴയുണ്ട്. തൃശ്ശൂരിലും ചെറിയ മഴയുണ്ട്. മഴ മുന്നറിയിപ്പ് എന്താണെന്നാണ് നമ്മൾ നേരത്തെ പരിശോധിച്ചത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. നമുക്ക് ഗോകുലിലേക്ക് പോകാം. ഗോകുൽ, 5 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. പക്ഷേ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ മുന്നറിയിപ്പില്ലാത്ത ഇടങ്ങളിൽ പോലും ശക്തമായ മഴ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് പൊതുവെയുള്ള സാഹചര്യം? മധു, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം അടുത്ത 3 ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇന്നലെ 2 ദിവസങ്ങളിൽ മഴ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കൂടെ ചില പ്രദേശങ്ങളൊക്കെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിനകത്താണ്. ചാല മാർക്കറ്റിലെ ആദ്യം ഇവിടെ നിന്നൊക്കെ തന്നെ ഈ റിപ്പോർട്ടുകൾ ചെയ്യുന്ന സമയത്ത് സ്ഥിതി വളരെ രൂക്ഷമായിരുന്നു. എന്നിരുന്നാൽ അത്രത്തോളം ശക്തമായ മഴ ഇന്ന് പെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ചില ഭരണാധികാരികൾ വരുമ്പോൾ ചില പ്രദേശങ്ങളൊക്കെ തന്നെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്നതിന് സമാനമായിട്ട് ഇവിടെ ചെറിയ രീതിയിൽ കയറി വരുന്ന ഭാഗത്ത് സഭാവതി കോവിൽ റോഡിന്റെ കയറി വരുന്ന ഭാഗം മാത്രം പണി നടത്തിക്കൊണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊന്നും പണി നടക്കാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. എന്തായാലും പഴയതിലും രൂക്ഷമാണ് നിലവിലത്തെ സ്ഥിതി. ഇവിടെ എന്തായാലും 2-3 ദിവസം കൂടെ മഴ പെയ്താൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യത മുൻപ് കഴിഞ്ഞ കാലത്തുണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ചെറിയ മഴയത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ ഓടയൊക്കെ കവിയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. അതായത് പൂർവ്വകാല ശുചീകരണം, മഴക്കാലപൂർവ്വ ശുചീകരണമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ മഴ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേനൽ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും അത്തരത്തിലൊരു ശുചീകരണമോ ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും പ്രദേശവാസികൾ കൂടെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. ചേട്ടാ, ഈ പണിയൊക്കെ പോകുന്നുണ്ടോ? സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ പണി നേരത്തെ സ്ലോ ആയിരുന്നു. ഇപ്പം നല്ല സ്പീഡപ്പ് ഉണ്ട്. പകുതി മാത്രമേ നടക്കുന്നുള്ളൂ. പകുതി ഇങ്ങോട്ട് സ്പീഡപ്പ് ഇല്ല. 1 മാസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 7 മാസം 6 മാസം അടുപ്പിച്ചായി. വണ്ടിയൊക്കെ കയറി വരുമോ ഇങ്ങോട്ട്? ഒരു വണ്ടി വന്നാൽ പിന്നെ ആ വണ്ടി ഇറങ്ങിപ്പോയാൽ മാത്രമേ അടുത്ത വണ്ടി കയറാൻ പറ്റത്തുള്ളൂ. നമുക്കും ജോലി പാടാണ്. നമ്മൾ ജോലി ചാക്ക് ദൂരെ ചെന്നാണ് കൊണ്ടിട്ട് കൊടുക്കുന്നത് കസ്റ്റമർക്ക്. പിന്നെ നമ്മളെ മുതലാളിമാർക്ക് കച്ചവടം കുറവാണ്. ഇവിടെ തീരുമെന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 6 മാസമായിട്ടും ഇതുവരെ പണി പകുതി പോലും ആയിട്ടില്ല. പകുതി റോഡ് പണിതുകൊണ്ട് അത്ര ദൂരം ഒഴിവായിട്ടുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. ഒന്നുമില്ല. നമ്മൾ ചാക്കൊക്കെ ദൂരെ കിടക്കുന്ന കിടയേണ്ട നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. വെള്ളക്കെട്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഭയമുണ്ടോ അതിനെപ്പറ്റി? വെള്ളക്കെട്ട് ഉണ്ടാവൂല എന്നാണ് അവർ ഇനി പറയുന്നത്. അവര് പറയുന്നത് വെള്ളക്കെട്ട് ഇനി ഉണ്ടാവൂല. പക്ഷെ ഓട പകുതിയിലധികം പൂർണ്ണമായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഓട നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓടയിൽ നിന്നും വെള്ളം പോകുന്നില്ല. ഇനി പണി തീരുമ്പോ അറിയാം എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റും. എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ ഓട നിറഞ്ഞിടക്കണല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ചാല മാർക്കറ്റിൽ നിന്നുള്ള സ്ഥിതി നിലവിൽ. അത് മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന പ്രദേശമൊക്കെ തന്നെ ആദ്യകാലത്ത് വലിയ വെള്ളക്കെട്ടായി മാറിയ ഒരു പ്രദേശമാണ്. പക്ഷേ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പണിയൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട്. വളരെ കുറച്ച് ഭാഗം മാത്രം പണി നടത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കൊന്നും ഈ റോഡ് പണി നീളുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൊണ്ട് പണി നിർത്തിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനം വലിയ ദുരിതത്തിലാണ്. ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഒപ്പം ഇവിടെ വീടുകളടക്കമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട്. ഇവർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഈ പണി മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലവർഷം ഇനിയും ശക്തമാകാനാണ് നിലവിൽ തിരുവനന്തപുരം സാധ്യത. ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കനക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ നീങ്ങും. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും